നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദക്ഷിണ മുംബൈയെ നവി മുംബൈയായി ബന്ധിപ്പിക്കുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന അതുൽ സേതു കടൽപാതയിൽ വിള്ളൽ സംഭവിക്കുന്നെന്ന തരത്തിൽ കോൺഗ്രസ് നേതാവ് നടത്തുന്ന കുപ്രചരണങ്ങളെ തള്ളി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാതയായ അടൽ സേതു 5 മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ലെ ആണ് പാലത്തിൽ വിള്ളലുകൾ ഉണ്ട് എന്നും ഇത് അഴിമതിയുടെ ഭാഗമാണ് എന്നും ആരോപിച്ച് രംഗത്തെത്തിയത്. പിന്നാലെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി ദേവേന്ദ്ര ഫഡ്നാവിസ് രംഗത്തെത്തിയത്. അടൽ സേതുവിൽ ഒരിടത്തും വിള്ളലുകൾ സംഭവിച്ചിട്ടില്ല. നിലവിൽ പുറത്തു വന്ന ചിത്രം അപ്രോച്ച് റോഡിന്റേതാണ്. നുണകൾ കൊണ്ട് വിള്ളലുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് ഏറെ നാളായി പദ്ധതി ഇടുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഭരണഘടനാ ഭേദഗതി, ഫോണിലൂടെ വോട്ടിംഗ് മെഷീനുകൾ തുറക്കാൻ തുടങ്ങിയ നുണകളാണ് അവർ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ നീക്കത്തെ ജനങ്ങൾ തന്നെ ചെറുക്കുമെന്നും ഫഡ്നാവിസ് പറഞ്ഞു. അടൽ സേതുവിനെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്തൂ എന്നാണ് BJP എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇതൊരു സർവീസ് റോഡാണ്. പ്രധാന പാലത്തെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്. ചെറിയ വിള്ളലുകളുള്ള ഇവ നികത്തുകയാണ്. ഇന്ന് തന്നെ അറ്റകുറ്റപ്പണി നടത്തും. ഇതുമൂലം ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് അടൽ സേതു പ്രൊജക്ട് ഹെഡ് കൈലാഷ് ഗണേത്ര പറഞ്ഞു. 17,840 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ 6 വരി പാലത്തിന് 21.8 കിലോമീറ്റർ നീളമുണ്ട്. കടലിന് മുകളിലൂടെ 16.5 കിലോമീറ്റർ ഭാഗമുണ്ട്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബഹുമാനാർത്ഥം പേരിട്ടിരിക്കുന്ന ഈ പാലം മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും യാത്രാ സമയം കുറയ്ക്കുന്നതിലും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്.